ജ്യോതിഷം ഇതിൻ്റെ ആവശ്യമുണ്ടോ? ജ്യോതിഷം നോക്കണ്ട, അല്ലെങ്കിൽ അതിനെപ്പറ്റി അത് നോക്കിക്കൊണ്ട് ജീവിക്കുന്ന അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ല. ഒരു ഒരു കൂട്ടം ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ അവർ കൂടുതലും അവരുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, നല്ലതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നു. അപ്പോൾ അവർക്ക് എന്തിനാ ഇതിൻ്റെ ആവശ്യം? ജ്യോതിഷത്തിൻ്റെ തീർച്ചയായും ആവശ്യമില്ല അല്ലേ? പക്ഷെ എല്ലാവരും കാര്യം അങ്ങനെയല്ലല്ലോ. കൂടുതൽ പേരും ഈ യുഗത്തിൽ കൂടുതലും ഉയരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കോമ്പറ്റീഷനുള്ള വേണ്ട, അപ്പോൾ ഉയർച്ച ആഗ്രഹിക്കുന്ന കൂടുതലും ആൾക്കാർ ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് ജ്യോതിഷം ഉപയോഗിക്കാം. ഈ ജ്യോതിഷം എന്ന് പറയുന്നത് തന്നെ ജ്യോതി എന്ന് വെച്ചാൽ പ്രകാശമാണ്. അതൊരു വഴികാട്ടിയാണ്. അന്ധകാരത്തിലെ ഒരു ടോർച്ച് ലൈറ്റ് പോലെ നമുക്ക് വഴികാട്ടും. അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കണം. ഈ പ്ലാനറ്റുകൾ ശരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? പ്ലാനറ്റുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണല്ലോ അസ്ട്രോളജി, ജ്യോതിഷം. അതിൻ്റെ മനുഷ്യരിലും മൃഗങ്ങളിലും മറ്റ് പ്രപഞ്ചത്തിലും വരുന്ന എഫക്റ്റുകളെ കുറിച്ച് പഠിക്കുന്നതാണ്, മനസ്സിലാക്കുന്നതാണ് ജ്യോതിഷം. അപ്പോൾ ഈ പ്ലാനറ്റുകൾ സൂര്യൻ നമുക്ക് തരുന്നത്, സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് ഭക്ഷണവും എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളും അതുകൂടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ എഫക്റ്റ് ഇല്ലാത്തൊരു അവസ്ഥയെ പറ്റി ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ ചന്ദ്രൻ്റെ സൈക്കിളില്ലേ 28 ദിവസം. ഓക്കെ, അത് വേലിയേറ്റുണ്ടാക്കുന്നു, വേലിയിറക്കുണ്ടാക്കുന്നു, അതൊക്കെ നമുക്കറിയാവുന്നതാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 70% വെള്ളമാണുള്ളത്. അപ്പോൾ അതിലും അതൊരു എഫക്റ്റ് ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കും, തീർച്ചയായും. ഈ അമാവാസ സമയങ്ങളിൽ ബ്ലാക്ക് മൂൺ ഡേ, ആ സമയത്ത് മാനസിക അസുഖമുള്ള ആൾക്കാർക്ക് ഇത് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ സ്ത്രീകളുടെ ആർത്തവ ചക്രം ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു, 28 ദിവസം. അതും ചന്ദ്രൻ്റെ സൈക്കിളും 28 ദിവസം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഒബ്സർവ് ചെയ്താൽ ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഇതിലുള്ള ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ദിവസങ്ങളും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അത് ഈ ദിവസങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നമ്മൾ പറയില്ലേ ഞായറാഴ്ച, സൺഡേ, രവിവാർ. അപ്പോൾ ഇംഗ്ലീഷുകാരും ഇത് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ലോകത്തിലെല്ലാവരും ഇത് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇതിൻ്റെ എഫക്റ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഇത് കാണിക്കുന്നത്. സാറ്റർഡേ, ശനിയാഴ്ച, ശനിയുടെ ദിവസം. ഓക്കെ, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ പ്ലാനറ്റിൻ്റെ എഫക്റ്റുകളെ കുറിച്ച് അതുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ മോഡേൺ യുഗത്തിൽ ഒരു ആപ്പ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ആപ്പ് പോലെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാറുണ്ടില്ലേ? പണ്ടതുണ്ടായിരുന്നില്ല, പിന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നു. അത് പല വഴികളുണ്ടാവും ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട്, 3, 4, 5 വഴികൾ ചിലപ്പോൾ. അപ്പോൾ അതിലൂടെ പോകാനായിട്ട് പല ട്രാഫിക്കും കാര്യങ്ങളും ഒഴിവാക്കാനും നമുക്ക് ലക്ഷ്യത്തിൽ കറക്റ്റായിട്ട് സമയത്തിന് വലിയ സ്ട്രെസ്സും ടെൻഷനും ഇല്ലാതെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ആപ്പാണത് ഗൂഗിൾ മാപ്പ്. അതായത് നമ്മൾ പലരും ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പൈസയും ലാഭമുണ്ട്, പെട്രോൾ ലാഭിക്കാം, സമയം ലാഭിക്കാം. ജീവിതത്തിൽ മുഴുവൻ അങ്ങനെ ഉപയോഗിക്കുന്ന എത്രയോ മണിക്കൂറും ദിവസങ്ങളും നമ്മുടെ ലാഭം ഉണ്ടാവും, എത്രയോ ധനലാഭം ഉണ്ടാവും നമുക്ക്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇതിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, ജ്യോതിഷത്തിന് ഒരു ആപ്പ് പോലെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു കഥ കൂടി ഞാൻ എൻ്റെ കൂടെ പറയാം. ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആൺകുട്ടി. അവന് ഈ കരാട്ടെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, മാർഷ്യൽ ആർട്ട്. അച്ഛനമ്മോടും കുറേ പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചില്ല. അവർക്ക് വലിയ താല്പര്യമില്ല അവനോട് പഠിപ്പിൽ ശ്രദ്ധിക്കട്ടെ എന്നുള്ള നിലയിൽ. സ്കൂൾ വിദ്യാഭ്യാസം പിന്നെ അവൻ അങ്ങനെ ഹൈസ്കൂളിൽ എത്തിയപ്പോൾ കുറച്ചാണുള്ള ഒരു സമയത്ത് അവനൊരു ആക്സിഡൻറ്റ് പറ്റി. അവൻ്റെ വലത്തെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. അപ്പോൾ വലത്തെ കൈയിൽ അത് 1-2 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ ഒരു നോർമൽ ജീവിതം ആരംഭിച്ചു. വീണ്ടും ഹൈസ്കൂളിലായിരുന്നു. അപ്പോഴും അവൻ്റെ ഈ ആഗ്രഹം ഉണ്ടല്ലോ, കരാട്ടെ പഠിക്കണം എന്നുള്ളത്, അത് പോയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും അച്ഛനോടും പറഞ്ഞു എനിക്കത് പഠിക്കണം. അപ്പോൾ അച്ഛനമ്മയ്ക്കും തോന്നി ഇവൻ ഇത്രയും ഇതായിട്ട് പറയുന്നില്ലേ, ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം പറയുന്നത്, അപ്പോൾ അത് അവൻ്റെ കാര്യം സാധിച്ചു കൊടുക്കുന്ന ശരിയെന്ന് അവർക്ക് തോന്നിയിട്ട് അവരൊരു മാസ്റ്റർ അടുത്തേക്ക് അവനെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നത്, കരാട്ടെ പഠിപ്പിക്കുന്ന മാസ്റ്റർ. അപ്പോൾ അദ്ദേഹം കണ്ടപ്പോൾ പറഞ്ഞു നീ കൈയില്ലാത്ത നീ എങ്ങനെയാണ് കരാട്ടെ പഠിക്കുകയെന്ന് ചോദിച്ചു. അയാൾ കുറച്ച് നിരുത്സാഹപ്പെടുത്താൻ നോക്കിയപ്പോഴും ഈ കുട്ടി പിന്മാറിയില്ല, അവൻ പഠിക്കണം എന്നുള്ള വാശിയിൽ തന്നെ നിന്നു. അങ്ങനെ അദ്ദേഹം അവനെ ചേർത്തി. എന്നിട്ട് ആദ്യത്തെ ഒരു വർഷം അവനൊരു കിക്കാണ് പഠിച്ചത്, ഒറ്റ കിക്ക്, കാലുകൊണ്ട് കിക്ക് ചെയ്യുന്ന എതിരാളിനെ, അത് മാത്രം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. ഒന്ന്. അപ്പോൾ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ കുട്ടി ചോദിച്ചു നീ വേറെ സ്റ്റെപ്പില്ല? ഇല്ല, നീ തന്നെ പഠിച്ചാൽ മതി. 2ാമത്തെ കൊല്ലം അതിനെ പഠിപ്പിച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും കുട്ടി ചോദിച്ചു ആഗ്രഹം. പക്ഷെ അവന് ബോറടിക്കുക, അവൻ തിരികെ അതിൽ നിന്ന് വേണ്ടാന്ന് വയ്ക്കാനോ തയ്യാറില്ലായിരുന്നു. അവനോ അതിനോടുള്ള ആഗ്രഹം കൊണ്ട് 3ാമത്തെ കൊല്ലം അയാൾ അത് തന്നെ പഠിപ്പിച്ചു. അവൻ അത് തന്നെ കറക്റ്റായിട്ട് ചെയ്തു 3 കൊല്ലം. അത് കഴിഞ്ഞപ്പോൾ ഒരു കോമ്പറ്റീഷൻ വന്നു. അപ്പോൾ കോമ്പറ്റീഷന് മറ്റുള്ള കുട്ടികളൊക്കെ തയ്യാറെടുക്കണം പങ്കെടുക്കാനും മത്സരിച്ച് ജയിക്കാനായിട്ട്. അപ്പോൾ മാസ്റ്റർ അവനോട് പറഞ്ഞു നീയും പേര് കൊടുക്കുന്നു. അപ്പോൾ അവനെന്തോ മനസ്സിൽ വിചാരിച്ചു ഒരു കിക്കല്ല ഞാൻ ആദ്യം പഠിച്ചിട്ടുള്ള ഈ 3 കൊല്ലമായിട്ട് ഞാനിങ്ങനെ കോമ്പറ്റീഷനിൽ സക്സസ് ആവും, അതിന് എന്തിനെ കൊടുക്കണം എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ മാസ്റ്റർ പറഞ്ഞു, അവൻ അനുസരിച്ചു, അവൻ കൊടുത്തു.
എന്നിട്ട് ഇതിൻ്റെ മത്സര സമയത്ത് ഇവൻ ചെയ്യുന്ന കിക്കിനെ വിജയിക്കാൻ ആർക്കും പറ്റിയില്ല. എന്നുവെച്ചാൽ ഇവൻ്റെ കിക്ക് അത്രയും മൂന്നിലത്തിപ്പോൾ ഒരു പ്രാക്ടീസ് കൊണ്ട് ഒറ്റ കിക്കിൽ ഇത്രയും പെർഫെക്ഷൻ ആയിരുന്നു കിക്കിന്. പിന്നെ ആ കിക്കിനെ മറികെടുക്കാനായിട്ട് ഒരേ ഒരു അടവേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എതിരാളിയെ വലത് കൈ പിടിച്ച് വലിച്ച് താഴ്ത്തിടണം. ഈ കുട്ടിക്കാണെങ്കിൽ വലത് കൈ ഇല്ല. അതുകൊണ്ട് ഇവനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റിയില്ല. ഇവനായിരുന്നു അതിലെ മത്സരത്തിൽ ചാമ്പ്യൻ. അതിന് പറയാൻ കാരണം, അതായത് നമ്മുടെ വീക്ക്നെസ്സിനെ കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ബാക്കിയുള്ളതത്ത് സ്ട്രെങ്ത് ഉണ്ടാക്കുക. അതാണ് വേണ്ടത് ജീവിതത്തിൽ. അതായത് നമ്മുടെ വീക്ക്നെസ് എവിടെയാണെന്ന് അറിയാം, സ്ട്രെങ്ത് ആണെന്ന് എവിടെ അറിയാം, എന്നിട്ട് അതിൽ വർക്ക് ചെയ്യാം. എങ്കിൽ നമുക്ക് ജീവിത വിജയം ഉണ്ടാവും. അതിന് നിങ്ങൾക്കൊരു അസ്ട്രോളജിയുടെ ആവശ്യം വരും. അതാണ് അസ്ട്രോളജിയുടെ ഒരു പ്രാധാന്യം ഉള്ളത്. ഉപയോഗിച്ചുകൊണ്ട് വിജയിക്കാനായിട്ട് പറ്റും പല കാര്യങ്ങളിലും, മേഖലകളിൽ വിജയത്തിലേക്ക് പോകണം, നല്ല നിലയിലെത്തണം, എല്ലാ കാര്യങ്ങളിലും എനിക്ക് സക്സസ് വേണം തടസ്സങ്ങളില്ലാതെ വിചാരിക്കുന്നവർക്ക് ഈ അസ്ട്രോളജി വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. അതായത് ചിലപ്പോൾ ചില ബിസിനസ്സുകളിലും കാര്യങ്ങളിലൊക്കെ ആൾക്കാർ കുറേ നോക്കുമ്പോൾ ഇവർ ബിസിനസ് ചെയ്യാൻ നോക്കും, കുറേ അത് 2-3 കൊല്ലം അതിൽ നടക്കും, എന്നിട്ട് അതിൽ വിജയം ഉണ്ടാവില്ല, വീണ്ടും വേറെ ചെയ്യും, പിന്നെ വീണ്ടും വേറെ ഒന്ന് ചെയ്യും. പക്ഷേ ഒരെണ്ണത്തിൽ ഏതെങ്കിലും ചിലപ്പോൾ സക്സസ് ആയി വരും. അപ്പോൾ അവർ അത് ചിന്തിക്കും, അയ്യോ ഞാൻ ആദ്യമേ ചെയ്യാതിരുന്നില്ല എന്നുള്ളത്. ഈ ആദ്യമേ ചെയ്യാതിരുന്നില്ല എന്നുള്ളത് സൂട്ടാവുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അസ്ട്രോളജി കൂടെ അറിയാൻ പറ്റും കൂടുതൽ കാര്യങ്ങൾ. അങ്ങനെയാണ് പല കാര്യങ്ങളും. ഈവൻ വിവാഹ ജീവിതത്തിലും അല്ലെങ്കിൽ കരിയർ സെലക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അസ്ട്രോളജി വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ഒരു ആപ്പ് പോലെ. ഓക്കെ, അപ്പോൾ ഇതുവരെ ഇത് കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.